ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ദേവ എന്ന് പറഞ്ഞിട്ടുള്ള റോഷൻ ആൻഡ്രൂസ് എടുക്കുന്ന പടം. ഷാഹിദ് കപൂറാണ് പടത്തിൽ നായകനായി എത്തുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയത്. ട്രെയിലർ നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ പടം ഫെബ്രുവരി 14 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ IMAX പോസ്റ്റർ വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഗഗനമാർഗം എന്ന് പറഞ്ഞ പടത്തിൽ ചൊല്ലിടുമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് പുറത്തിറങ്ങിയിരുന്നു. അത് 12 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എമക്കാത്തഗി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ജയപ്രകാശിൻ്റെ പടത്തിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വണങ്കാന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നേക് പീക്ക് 2 പുറത്തിറങ്ങി. പിന്നെ വിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ സൂര്യ മെയിൻ കഥാപാത്രം എത്തുന്ന മാമൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. 2025 സമ്മറിലാണ് റിലീസാകാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഏപ്രിൽ ആ സമയത്തായിരിക്കും. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ട് 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ റിലീസ് ഫെബ്രുവരി 14 എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അൺബോർഡ് കൺമണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫത്തേ എന്ന് പറഞ്ഞ പടം 7 സൗണ്ട് എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ 16.25 കോടിയാണ് നേടിയിട്ടുള്ളത്. കളക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പോസ്റ്ററിൽ കാണിക്കാം. പിന്നെ കേരോ മച്ച എന്ന് പറഞ്ഞ പടത്തിലത്തെ പാർട്ടി സോങ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങുന്നു. അത് 500K+ വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ നിലവൊക്കെ മേലനാടി കോപം എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് പ്രീപോൺ ചെയ്തെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്പോണാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫെബ്രുവരി 21 2025 റിലീസാകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ 8 വാസനിലും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ 1 ഈ 24 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്, ജനുവരി 24. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ അഗ്ഗിപ്പുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ വന്നിട്ടുണ്ട്. പത്തിക്കിച്ച് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത്. പിന്നെ 7 കടൽ 7 മള്ളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ നാളെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ 20. അതേമാതിരി ഭൈരവൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ നാളെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്, 20 തന്നെ. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു ഗ്ലിംസ് തരാൻ പോവാണ്. ലോഡ് ശിവ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ അത് അക്ഷയകുമാർ എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും നാളെ വരും അത്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സക്സസ് ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന കോർട്ട് സ്റ്റേറ്റ് VSA നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മാർച്ച് 14 2025 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ മച്ചാനെ മാലക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഏതോ പേശുദാനെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിലത്തെ കെടാതെ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബെസിൽ ജോസഫിൻ്റെ ഈ പടത്തിന് ശേഷം ഈ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം റിലീസാകാൻ പോകുന്ന പടമാണ് പൊന്മൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് ജനുവരി 30 റിലീസിന് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ തുടരും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒപ്പം ഈ തുടരും എന്ന് പറഞ്ഞ പടം ചിലപ്പോൾ മാറുന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എന്നുള്ള അറിയില്ല. പിന്നെ വിടാമുയർച്ചി ഇപ്പോൾ ഫെബ്രുവരി 6 ആയോട് കൂടിയിട്ട് കുറേ പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ആണ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം. പ്രദീപ് രംഗനാഥ് അഭിനയിക്കുന്ന പടം. ആ പടം ഫെബ്രുവരി 14 എന്നുള്ള ഇപ്പോൾ അടുത്താണ് അറിയിച്ചത്. അപ്പോൾ ഫെബ്രുവരി 21 ആക്കിയിട്ടുണ്ട്. പിന്നെ കുഴന്തകൾ മുന്നേറ്റ ഘടകം എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിൻ്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററിൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഡ്രീം വാരിയർ പിക്ചേഴ്സ് എന്നുള്ള അറിയിച്ചു. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള മണികണ്ഠൻ്റെ അടുത്ത പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പടം നന്നാവുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആലപ്പുഴ ചുമക്കാൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ കാർത്തികിൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നുള്ളതാണെന്ന് അറിയിച്ചു. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ മധുവരമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 1 million+ വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാക്സ് എന്ന് പറഞ്ഞ പടം 25 സെരിയറിലൂടെ എൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റിംഗ് റിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഗാന്ധി താത്ത ചെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ദഗത് പില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാൻ സ്ക്വയർ എന്ന് പറഞ്ഞ പടം മാർച്ച് 29 റിലീസാകുമെന്ന് അറിയിച്ചു. പിന്നെ ഈസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഗ്ലിംസ് പുറത്തിറങ്ങിയത് വിജയ് സേതുപതി ബർത്ത്ഡേയായിട്ട് അത് 2.5 million+ വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ എമർജൻസി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 3.11 കോടിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. അത് മാർച്ച് 28 അറിയിച്ചിട്ടുള്ളത്. പിന്നെ ടിലേറ്റ് ഓഫ് ദ വേരിയേഴ്സ് ഇത് ചൈനീസ് പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് വെർഷനൊക്കെ ഇവിടെ ഇന്ത്യയിൽ റിലീസാകാൻ പോവാണ് ഈ ജനുവരി 24. അപ്പോൾ 6 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഹോങ്കോങ് വേരിയേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇറങ്ങുമ്പോൾ പറ്റത്തിലും പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ VT 15 വരന്തേജിൻ്റെ 15ാമത്തോടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തമനാണ് അതിൽ മ്യൂസിക് ചെയ്യാനുള്ള അറിയിച്ചിട്ടുണ്ട്. മെർലപ്പാക്ക ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ണിമുന്തൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു, ദ ഒബീഡിയൻ പിറ്റ്ബുൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉണ്ണിമുന്തനും മോഹൻലാലും കൂടിയിട്ട് ഒരുമിച്ചേക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഒരു നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡൊമിനിക് എന്താ ലേഡീസ് പ്ലേസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ നാളെ മുതൽ ഏകദേശം എല്ലായിടത്തും ഓപ്പൺ ആയി തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഡേയ്സ് ടു ഗോ പോസ്റ്റേഴ്സ് ഒന്നും തുടങ്ങിയത് ഒരു ഡയറി ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ അതിൽ 6 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. അഫാ ഖദീജയുടെ പേര് ജാൻസി എന്നുള്ളതാണ്. എന്തായാലും പോസ്റ്റർ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 5 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. മീനാക്ഷി ഉണ്ണികൃഷ്ണൻ്റെ പേര് പൂജ എന്നുള്ളതാണ്. അതിൻ്റെ പോസ്റ്റർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേമാതിരി 4 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഗോകുൽ സുരേഷിൻ്റെ ആണ്. അത് വിക്കി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ആളുടെ പോസ്റ്റർ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന് ഉപാര സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഗൗതം വാസുദേവനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ പടം വർക്കാവുകയാണെങ്കിൽ ഇത് ഈ പടത്തിനായിട്ടുള്ള ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഈ CBI ഒക്കെ പോലെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പടം രീതിയിൽ ആവുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമായിട്ടുണ്ട്. OTT റിലീസ് ആയിട്ടുള്ളതാണ്.
എന്തായാലും ഫസ്റ്റ് പാർട്ടിൻ്റെ പോലെ തന്നെ നല്ല അഭിപ്രായം കിട്ടിയ പടമാണ് രണ്ടാം ഭാഗം. പിന്നെ വീരധീര സൂരൻ പാർട്ട് 2 എന്നിട്ടുള്ള ചെയ്യാൻ വിക്രമിൻ്റെ പടം ഈ ജനുവരി 30 പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർച്ച് 27 ആയിരിക്കും വരിക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പ്രേമലു 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ജൂണിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വർഷം ലാസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും പടത്തിൻ്റെ റിലീസ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദിലീഷ് പോത്തനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്രിപ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ലൊക്കേഷൻ ഹണ്ടിങ്ങും പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3-4 ഷെഡ്യൂൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ക്യാൻവാസിൽ ഇറങ്ങുന്നതാണ്, ഫസ്റ്റ് പാർട്ട് പോലെയല്ല. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 6 ദിവസത്തെ കളക്ഷൻ 124 കോടിയിൽ കൂടുതലാണെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തതിന് പോസ്റ്റർ ഒക്കെ ഉണ്ട്. പിന്നെ സംക്രാന്തി വസ്തുത എന്ന് പറഞ്ഞ പടത്തിൻ്റെ നോർത്ത് അമേരിക്കയിലത്തെ കളക്ഷൻ 1.6 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. അതേമാതിരി 4 ദിവസം കൊണ്ട് 131 കോടിയിലും കൂടുതൽ നേടിയിട്ടുണ്ട്. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ അനൗൺസ്മെന്റ് ടീസർ വന്നിരുന്നു. എന്തായാലും ഗംഭീര സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഏകദേശം ഈ 4 മിനിറ്റിലും അടുത്തുള്ള ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ തന്നെയാണ്. അത് കാണാത്തതിന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ സബ്സ്ക്രൈബ് ബെല്ലൈക്കണിലേക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.